ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു ബ്ലാക്ക് മാജിക് ആണോ? ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എന്താണ് കണ്ടെത്തിയത് എന്നൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും ശാരികയെ അറിയല്ലോ. ഈ സീസൺ 7 ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു. അപ്പോൾ ശാരികയുടെ ചാനലിൽ വന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ശാരിക ഈ 2 ഡേയ്സ് മുന്നേ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മിസ്റ്റർ സുജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ. ശാരികയുടെ ഈ ഒരു ചാനൽ എന്ന് വെച്ചാൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നൊരു ചാനലാണ്. അതിനൊരു പേടിയോ ഒരു മറയോ ഇല്ലാതെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നൊരു ചാനലാണ് ശാരികയുടേത്. അപ്പോൾ ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് സമൂഹത്തോട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഒരു ബ്ലാക്ക് മാജിക് ആണെന്ന് ശാരികയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് എൻട്രി ചെയ്ത ആൾക്കാർ അവിടുത്തെ ആ ഒരു വാസം, അവിടുത്തെ താമസമൊക്കെ കൊണ്ട് അതൊക്കെ എഫക്റ്റ് മൂലം ആൾക്കാർ വല്ലാതെ ബാധിക്കപ്പെട്ട ഒരു നെഗറ്റീവ് വൈബിലേക്ക് ആൾക്കാർ നീങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശാരിക സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, നമ്മൾ കാണുന്നതാണല്ലോ. അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളൊക്കെ തൻ്റെ കഴിവുകൾ ഏകദേശം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എവിക്റ്റായി പോകുന്നത്. അങ്ങനെയൊക്കെ ഒരു പ്രസ്താവന അദ്ദേഹം പറയുന്നുണ്ട്. വീട്ടിനുള്ളിലെ ചിത്രകലയെക്കുറിച്ചും അവിടുത്തെ ഓരോ ലോഗോയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അയാൾ വിമർശിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഇവർക്ക് ഈ കണ്ടസ്റ്റൻസിന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ വരെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെന്നാണ് ആൾ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിലേക്ക് സെലക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻറ്റിനോട് പിന്നെ അവർക്കൊന്ന് അതിനകത്ത് പിന്നെ ചരട് അതുപോലെയുള്ള വസ്തുക്കൾ, ഇപ്പം എന്താ പറയുക, അതല്ലെങ്കിൽ രക്ഷാപരമായിട്ടുള്ള തകിടുകളൊക്കെ അതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക പറയുന്നത് അതൊന്നും അവിടെ അലൗഡ് അല്ല, അതൊക്കെ ഷോയ്ക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് അതിനൊന്നും അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നു. ബിഗ് ബോസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചാത്തൻ സേവയായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് സംസാരിക്കുവാണ് ഈ ഒരു വ്യക്തി, ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഒരു പ്രസ്താവനയാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പ്രൊട്ടക്ഷൻ ധരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലാൽ അതിൽ പിടിച്ചു പോകുന്നതെന്നൊക്കെ ഈ ഒരു വ്യക്തി പറയുണ്ടായി. ബിഗ് ബോസിൻ്റെ സിമ്പൽ തന്നെ ബ്ലാക്ക് മാജിക്കിൻ്റെ സിമ്പലാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരു വെളിപ്പെടുത്തലാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ തനിക്ക് വെളിപ്പെടുത്താൻ ഒരു സ്റ്റേജ് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശാരികയുടെ ഈ ഒരു ഷോയിലേക്ക് അദ്ദേഹം നിരന്തരം ഇമെയിൽ അയച്ച് അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഷോയിൽ അയാൾ വന്നിട്ട് ഇക്കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. കയ്യിലും കഴുത്തിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മതപരമായ വസ്തുക്കളൊക്കെ കൊണ്ട് ചെന്നാൽ തന്നെ നിങ്ങൾ ആ ഷോയിൽ വിജയിക്കും എന്നൊക്കെ അയാൾ അവിടെ പറയുണ്ടായി. അതുപോലെ ഇത് കാണുന്ന ആൾക്കാരിലേക്ക് വരെ ഈ ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യപ്പെടുകയും അത് ആൾക്കാരുടെ മൈൻഡിനെ തന്നെ സ്വാധീനിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരെ ആൾക്കാരെ എത്തിക്കാൻ സാധിക്കുന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോ ഒക്കെ അതിൻ്റെ ഒരു ലോഗോ കണ്ടിട്ടുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ ലോഗോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊരു ക്യാമറയുടെ ആ ഒരു ഫേസാണ് ലോഗോക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിനെപ്പറ്റി എന്നിട്ട് ChatGPT വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒരു ചെറിയ റിസർച്ച് പോലെ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരിക്കലും ഒരു ബ്ലാക്ക് മാജിക് അല്ലെ സാത്താൻ സേവ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു സംഭവം അല്ല എന്നാണ് ChatGPT കിട്ടിയ ഒരു ആൻസർ. അതായത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ഷോയുടെ മറ്റൊരു പേരാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇതൊരു അന്താരാഷ്ട്ര ഷോ ആണ്. അതിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ ഈ ഒരു ലോഗോ, കണ്ടസ്റ്റൻസ് തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന ഫൈറ്റിങ്സ്, പ്രോബ്ലംസ്, കലഹങ്ങൾ, ഇതൊക്കെയാണ് ആൾക്കാർക്ക് പിന്നെ ബിഗ് ബോസ് ഒരു നെഗറ്റീവ് ഷോ എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് ChatGPT പറഞ്ഞത്. അതുപോലെ ഇന്ത്യയിലെ ഈ ഷോയുടെ ഔദ്യോഗിക ലൈസൻസ് വാങ്ങിയത് വിയോകോം 18 ആണ്. വിയോകോം 18 കളേഴ്സ് TV, ജിയോ സിനിമ എന്നിവയുടെ ഉടമ. അതായത് ബിഗ് ബോസ് ഇന്ത്യയുടെ പറ്റിയ പതിപ്പുകൾ നിർമ്മിക്കുന്നത് വിയോകോം 18 ആണ്, ഓരോ ഭാഷയ്ക്കും പ്രത്യേകം. ഇല്ലുമിനാറ്റി ആയിട്ടോ ചാത്തൻ സേവനായിട്ടോ ഇതിനെ കാണേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇത് വേറെ ഒരു ഷോ ആയിട്ട്, ഒരു ഗെയിം ഷോ ആയിട്ട് എല്ലാവരും എടുത്താൽ മതി. അതിനകത്തുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിനെ ബാധിക്കാതിരിക്കുക, അത് വേറൊരു ഗെയിം ഷോ, അത്ര മാത്രമേ ഉള്ളൂ.
ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.